സേവ്യർ ചിറ്റിലപ്പള്ളി കൂടി ടെലിഫോൺ ലൈനിൽ. ശ്രീ സേവ്യർ ചിറ്റിലപ്പള്ളി, എന്താണ് താങ്കൾ ഇപ്പോൾ എവിടെയാണ്? സംഭവ സ്ഥലത്താണോ അതോ തൃശൂർ മെഡിക്കൽ കോളേജിലാണോ? എന്താണ് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? സംഭവ സ്ഥലത്താണുള്ളത്. തീ പൂർണ്ണമായിട്ടും അണച്ചോ? ഇപ്പോൾ തീയണച്ചു. പിന്നെ തെരച്ചില് നടന്നുകൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോ തൊട്ടടുത്ത ഏതെങ്കിലും പിന്നെ കിണറുകളോ അല്ലെങ്കിൽ കുളങ്ങളോ തോടുകളോ ഒക്കെ ഉണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള പരിശോധന നടക്കുകയാണ്. തീ പൂർണ്ണമായി അണച്ചിട്ടുണ്ട്. ഇത് മുണ്ടക്കത്തോട് എന്ന് പറയുമ്പോൾ തൃശ്ശൂരിൽ നിന്ന് അല്ലേ, വടക്കാഞ്ചേരിയിലേക്കുള്ള വഴിയിൽ തൃശ്ശൂരിൽ നിന്ന് ഏകദേശം 16 കിലോമീറ്റർ. തൃശ്ശൂർ മെഡിക്കൽ കോളേജിന്റെ തൊട്ടടുത്താണ്. തൃശ്ശൂർ മെഡിക്കൽ കോളേജിന്റെ അടുത്താണ്. അപ്പോൾ എല്ലാവരെയും തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുവന്നത്. പൂർണ്ണമായും ഇവിടുന്ന് കൊണ്ടുപോയിട്ടുള്ളത് അങ്ങനെയാണ്. ഇനിയിപ്പോ ആരെങ്കിലും ഒറ്റപ്പെട്ട രീതിയിൽ മാറിയിട്ടുള്ളത് വേറെ നോക്കണം. ഈ 40 എത്ര പേരാണെന്ന് ഇപ്പോഴും കൃത്യമായിട്ട് പറയാൻ കഴിയുന്നില്ല അല്ലേ അവിടെ ഉണ്ടായിരുന്നത് അല്ലേ? എത്ര പേര് ഈ അപകടം നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് ഇപ്പോഴും കൃത്യമായിട്ടില്ല. അത് ഇപ്പോഴും കൃത്യമായിട്ടില്ല. 40 എന്നുള്ള ഒരു ഏകദേശ കണക്കേ ഉള്ളൂ. 40 എന്നുള്ള ഒരു ഏകദേശ കണക്കേ ഉള്ളൂ അല്ലേ? ഏകദേശ കണക്കാണ്. എന്തായാലും ഇപ്പോൾ ആ സ്ഥലത്ത് ഈ വെടിക്കെട്ട് പുരകൾ നിന്നിരുന്ന സ്ഥലത്ത് എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ കയറി പരിശോധന നടത്തുന്നുണ്ട് അല്ലേ? വെടിക്കെട്ട് പുരകളൊക്കെ തന്നെ കത്തി അവശേഷിക്കുന്നുണ്ടല്ലോ. പിന്നെയും നമ്മളിപ്പോ അത് നീറി നിൽക്കുമ്പോൾ ഇനിയും പൊട്ടിത്തെറിക്കുമോ എന്നതിനെ സംബന്ധിച്ചൊക്കെ തന്നെയുള്ള പിന്നെ ആശങ്കകളുണ്ട്. അതുകൂടി നോക്കിയിട്ടാണ് തെരച്ചിൽ നടക്കുന്നത്. കൂടി ശ്രദ്ധിച്ച് ചെയ്യേണ്ട ജോലിയാണല്ലോ. ശരി, സേവ്യർ ചിറ്റിലപ്പള്ളിയാണ് പ്രതികരിച്ചത്. അദ്ദേഹത്തിൻ്റെ മണ്ഡലം കൂടിയാണ്, അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൻ്റെ പരിധിയിലാണ് ഈ പ്രദേശമുള്ളത്. അവിടെയാണ് തിരുവമ്പാടിയുടെ 12 വെടിക്കെട്ട് പുരകൾ പ്രവർത്തിച്ചിരുന്നത്. അത് സ്പെസിഫിക്കേഷൻ അനുസരിച്ച് തന്നെ വെടിക്കെട്ട് പുരകൾ തമ്മിൽ ഇത്ര അകലം വേണം എന്നുള്ള മാനദണ്ഡമുണ്ട്. അതനുസരിച്ച് തന്നെയാണ് തിരുവമ്പാടിക്ക് വേണ്ടി ഇവിടെ വെടിക്കോപ്പ് സാമഗ്രികൾ തയ്യാറാക്കിക്കൊണ്ടിരുന്നത്. അത് സാമ്പിൾ വെടിക്കെട്ടിനും തൃശ്ശൂർ പൂരത്തിൻ്റെ മെയിൻ വെടിക്കെട്ടിനുമുള്ള വെടിക്കെട്ട് സാമഗ്രികൾ ഉണ്ടായിരുന്നു. അതിന് പുറമെ മറ്റ് ചില വെടിക്കെട്ടുകൾക്കുള്ള സാമഗ്രികൾ കൂടി അവിടെ ഒരുക്കിയിരുന്നു. ഈ സമയത്താണ് ഉഗ്രസ്ഫോടനം ഉണ്ടായത്. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ശേഷമാണ് ഇത്തരത്തിൽ ഉഗ്രസ്ഫോടനം ഉണ്ടായതും അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ അവരിൽ 13 പേർ മരിച്ചതും 12 പേർ ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റ് ഇപ്പോഴും തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇപ്പോൾ ലല്ലു കൂടി ചേരുന്നുണ്ട്. ലല്ലു കൊല്ലം പുറ്റിങ്ങൽ വെടിക്കെട്ട് ദുരന്തമുണ്ടായ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളാണ്. അത്രമാത്രം വലിയ ഒന്നല്ല എങ്കിൽ പോലും തൃശ്ശൂർ പൂരത്തിൽ ഇങ്ങനെ പൂരത്തിന് മുൻപ് വെടിക്കോപ്പ് സാമഗ്രികൾ തയ്യാറാക്കുമ്പോൾ ഉണ്ടാവുക ഈ ദുരന്തം സമാനതകളില്ലാത്തതാണല്ലോ. ഇതിനു മുൻപ് ഇത്തരത്തിലൊരു ദുരന്തം ഉണ്ടായിട്ടില്ല തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട്. ഇത് ചൂടാണ് വില്ലൻ എന്ന രീതിയിൽ തന്നെയാണ്. അതല്ലാതെ അവിടെ ഈ സാമഗ്രികൾ തയ്യാറാക്കുമ്പോൾ അനധികൃതമായിട്ടൊന്നും ചെയ്തിരുന്നില്ല. അവിടെ നിരോധിക്കപ്പെട്ട കെമിക്കലുകൾ ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ സതീശനെ പോലെയുള്ള പ്രഗത്ഭനായ ഒരു വെടിക്കെട്ടുകാരനാണ്, ചുമതലക്കാരനാണ് അവിടെ ഇതിൻ്റെ ചുമതലയിൽ, മേൽനോട്ട ചുമതലയിൽ ഉണ്ടായിരുന്നത്. ഇതൊക്കെ വരുമ്പോൾ ഈ അത്യാഹിതത്തിലേക്ക് നയിച്ച കാര്യങ്ങൾ അതും അന്വേഷണത്തിൽ കണ്ടെത്തേണ്ടതാണല്ലോ. ചൂടിനെ നമുക്കിപ്പോൾ പറയാം എങ്കിലും തീർച്ചയായും മഞ്ജുഷ്, ഇത് കൂടുതൽ വിശദമായ പരിശോധനകൾക്ക് ശേഷം മാത്രം എന്താണ് ഈ അപകടത്തിന് കാരണമെന്ന് നമുക്ക് പറയാൻ കഴിയൂ. എങ്കിലും ഈ എല്ലാവരും പറയുന്ന പോലെ ഈ ചൂട് ഒരു പ്രധാന ഘടകം തന്നെയാണ്. കാരണം സമാനതകളില്ലാത്ത ഒരു വേനൽക്കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമുക്കറിയാം, പ്രത്യേകിച്ച് പാലക്കാട് പ്രദേശത്തൊക്കെ ഈ ചരിത്രത്തിൽ തന്നെ ഈ വേനലിൽ ഏറ്റവും വലിയ ചൂട്, തൊട്ടുപുറത്ത് തൃശ്ശൂർ, ഇവിടെ എല്ലാം നല്ല ചൂടാണ്. പ്രത്യേകിച്ച് ഈ വെടിമരുന്ന് കൈകാര്യം ചെയ്യുമ്പോൾ നമുക്കറിയാം, ഈ വെടിമരുന്നാണ് വെറുതെ കിടന്നാൽ പോലും തീ പിടിക്കുന്ന തരം, അല്ലെങ്കിൽ വെടിമരുന്നിന് അങ്ങനെ ഒരു 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 പ്രത്യേകതയുണ്ട്, ഒരു സവിശേഷതയുണ്ട്. ഏറ്റവും സൂക്ഷ്മമായി നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒരു വസ്തുവാണ്. പ്രത്യേകിച്ച് ഈ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഈ വെടിമരുന്ന് പല കെമിക്കലുകളുമായി, പല രാസവസ്തുക്കളുമായും മിക്സ് ചെയ്തും രാസവസ്തുക്കളിൽ ഇത് വെടിമരുന്ന് അരച്ച് ചേർത്തും ഒക്കെയാണ് ഈ അമിട്ടുകളൊക്കെ തയ്യാറാക്കുന്നത്. നമുക്ക് ഇന്നിപ്പോൾ രാവിലെ അവിടുത്തെ പ്രാദേശിക മാധ്യമങ്ങൾ പോയി എടുത്ത ദൃശ്യങ്ങൾ തന്നെ നമുക്ക് കാണാം. ഏതാണ്ട് 100 കണക്കിന് അമിട്ടുകളാണ് അവിടെ തിരി അടക്കം തയ്യാറാക്കി ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ സാമ്പിൾ വെടിക്കെട്ടിനായാലും മെയിൻ വെടിക്കെട്ടിനായാലും നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ, സുനിലേട്ടൻ പറഞ്ഞ പോലെ, ഈ പാവറട്ടിപ്പള്ളിയിൽ ഈ പെരുന്നാളിനനുബന്ധിച്ചുള്ള അത്രത്തോളം വെടിക്കോപ്പുകൾ അവിടെ ഉണ്ടായിരുന്നു. ഏതാണ്ട് 12 വെടിക്കെട്ട് പുരകളെന്ന് പറയുമ്പോൾ തന്നെ ഈ 12 വെടിക്കെട്ട് പുരകളിലും ഇനം തിരിച്ച് ഈ വെടിക്കോപ്പുകൾ അടുക്കി വച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പുറ്റിങ്ങൽ ദുരന്തമുണ്ടായപ്പോൾ നമുക്ക്, അതായത് രാത്രി 12 മണിക്ക് തുടങ്ങി
അവസാനിക്കാൻ പോകുന്നത്. ഏതാണ്ട് 4-4:30 മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഒരു കാര്യം ആലോചിക്കണം, ഏതാണ്ട് വളരെ കുറച്ച് അമിട്ടുകൾ മാത്രമാണ് അന്ന് ഈ വെടിക്കെട്ട് പുരയിൽ ഉണ്ടായിരുന്നത്. കാരണം വെടിക്കെട്ട് അതിൻ്റെ അവസാന ഘട്ടത്തിലെത്തുമ്പോഴാണ് പുറ്റിങ്ങലയിൽ ഇങ്ങനെ അപകടം സംഭവിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഏതാണ്ട് 10-15 അമിട്ടുകൾ മാത്രമാണ് അവിടെ ആ വെടിക്കെട്ട് പുരയിൽ അവശേഷിച്ചിരുന്നത്. അന്ന് ഏതാണ്ട് 114 പേരാണ് ആ സ്ഥലത്ത് മരണപ്പെടുന്നത്, ആ സ്ഫോടനത്തിൻ്റെ ഭാഗമായി ആ സ്ഥലത്ത് മരണപ്പെടുന്നത്. ഇന്ന് ആലോചിക്കണം, അന്ന് പുറ്റിങ്ങലിലെ വെടിക്കെട്ട് പുരയിലുണ്ടായിരുന്നത് ഏതാണ്ട് 10 ഇരട്ടിയോളം സാധനങ്ങൾ ഇന്ന് ഈ വെടിക്കെട്ട് പുരകൾ ഉണ്ടായിരുന്നു എന്നാണ് രാവിലെ അവിടെ മാധ്യമപ്രവർത്തകരുടെ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ ആ പ്രദേശം ഒഴിഞ്ഞ സ്ഥലത്തായിരുന്നു. ഇവിടെ മുണ്ടത്തിക്കോട് പ്രദേശം ഒരു ഒഴിഞ്ഞ സ്ഥലമാണ്. അവിടെ പാടശേഖരത്തിന് അടുത്തായിട്ട് ഈ 2.5 ഏക്കറിൽ ഇങ്ങനെ വെടിക്കോപ്പ് പുരകൾ, അത് പ്രത്യേക അകലം പാലിച്ചുകൊണ്ട് തന്നെയാണ് ഉണ്ടായിരുന്നത്. ആ സ്പെസിഫിക്കേഷൻസ് പാലിച്ചുകൊണ്ട് വലിയൊരു ദുരന്തം ഒഴിവായി. അത്തരമൊരു ഒഴിഞ്ഞ പ്രദേശമായതുകൊണ്ട് മാത്രമാണ് ഈ അവിടെ ഈ പണി ചെയ്തിട്ടിരുന്ന തൊഴിലാളികൾ മാത്രമായി ഈ ദുരന്തം മുന്നിരുന്നത്. എന്നിട്ടും നമുക്ക് ഏതാണ്ട് 13 പേരുടെ ജീവൻ ഇതിനോടകം തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ വെടിമരുന്ന് മൂലമുണ്ടാകുന്ന പൊള്ളൽ നമുക്കറിയാം അതിതീവ്രമാണ്. നന്നായി അല്ലെങ്കിൽ സാമാന്യം 60% പൊള്ളലേറ്റ ആളുകൾ ഇപ്പോഴും അവിടെ ബാക്കിയുണ്ട് എന്ന് പറയുന്നുണ്ട്. ഒരു കാര്യം ഉറപ്പാണ് മഞ്ജുഷ്, ഈ മരണസംഖ്യ ഇനിയും ഉയരാനുള്ള സാധ്യത നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ഇതുവരെ വന്ന വിവരങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് വലിയ എക്സ്പ്ലോഷനാണ് നടന്നിട്ടുള്ളത്. ശരീരഭാഗങ്ങൾ പല സ്ഥലത്തായി ചിതറിക്കിടക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ തന്നെ മരണസംഖ്യ ഇനിയും ഉയരാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. അതുപോലെ തന്നെ ഒരു കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിച്ച വെടിക്കെട്ട് പുരയാണ് പൊട്ടിത്തകർന്നത് എന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മ വരുന്നത് പുറ്റിങ്ങൽ ദുരന്തം തന്നെയാണ്. കാരണം അവിടെയും സമാനമായി പൂർണ്ണമായും കോൺക്രീറ്റ് നിർമ്മിച്ച ഒരു വെടിക്കെട്ട് പുരയാണ് അന്നത്തെ അപകടത്തിൽ പൂർണ്ണമായും, അതായത് മണ്ണ് ഇല്ലാത്ത തരത്തിൽ അവിടെ നിന്ന് അപ്രത്യക്ഷമായി. മറ്റൊരു കാര്യം കൂടിയുണ്ട് ലല്ലു, ഇവിടെ ജോലി ചെയ്തിരുന്ന ആളുകൾ ഇവർ വർഷങ്ങളുടെ പരിചയമുള്ള ആളുകളാണ്. 52 വർഷമായിട്ട് ഈ ജോലി ചെയ്യുന്നുവെന്ന് രാവിലത്തെ ബൈറ്റ് കേട്ടതാണ്. അവിടെ രാവിലെ മാധ്യമങ്ങൾക്ക് ഇവിടെ പ്രവേശനം ഉണ്ടായിരുന്നു. ഈ വെടിക്കെട്ട് പുരകളിൽ ചെന്ന് ഒട്ടുമിക്ക മാധ്യമങ്ങളും വിഷ്വൽ മീഡിയയും അവിടെ പോയി ബൈറ്റുകൾ എടുത്തതാണ്. അതിലൊരു സ്ത്രീ പറയുന്നുണ്ടായിരുന്നു, 52 വർഷമായിട്ട് ഞാൻ ഈ ജോലി ചെയ്യുന്നുണ്ട്. അതൊരു രസമാണ് അവർക്ക്. ഈ തൃശ്ശൂർ പൂരവും പിന്നെ മറ്റ് സ്ഥലങ്ങളിലെ പള്ളിപ്പെരുന്നാൾ അങ്ങനെയുള്ള സമയത്ത് എനിക്ക് തോന്നുന്നുള്ള മഞ്ജുഷ് ഏറ്റവും ഭക്തിയോടെയും ഏറ്റവും ശ്രദ്ധയോടെയും അങ്ങേറ്റത്തെ ശ്രദ്ധയോടെ ചെയ്യുന്ന ഒരു പണിയാണ്. ലല്ലുലേക്ക് വരാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.